അപ്പോൾ ഈ ആണവ ആണവ ഊർജം ഉണ്ടാക്കുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു ഒബാമയുമായിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. ആ ട്രീറ്റി അതൊന്നും വിലപ്പോകുന്നതല്ല, ഒബാമ ഉണ്ടാക്കിയതാണ്, വിവരമില്ലാതെ ചെയ്തേക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് ട്രംപ് അധികാരത്തിൽ കയറിയ ഉടനെ ഈ ട്രീറ്റി അങ്ങ് ക്യാൻസൽ ചെയ്തു. ട്രംപ് സ്വമേധയാ അങ്ങ് പിന്മാറി. അപ്പോൾ ഇറാന് വേറെ പ്രശ്നമില്ല. കാരണം അവർക്ക് ഒരുപാട് ഈ ബദ്ധപ്പാടുകൾ ഇത് മൂലം ഉണ്ടായിരുന്നു, ഈ കരാറ് മൂലം ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് ഒതുങ്ങി നിന്നതാണ്. പക്ഷേ അവരെ കയറൂരി വിടുന്നതിന് തുല്യമായി ഇത് ട്രംപ് യൂണിലാറ്ററലി ഇതങ്ങ് ക്യാൻസൽ ചെയ്തു. ഏകപക്ഷീയമായിട്ട് ഇത് ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു ഈ കരാറ്. എന്നിട്ട് പിന്നെ അവരുമായിട്ട് ചർച്ച. എന്നിട്ട് ഇപ്പം ഇവരെ എന്തെങ്കിലും ആക്രമിക്കുന്നത്, ഇവർ കരാറിൽ ഏർപ്പെടണമെന്ന്. ഉണ്ടായിരുന്ന കരാർ ഇയാൾ റദ്ദാക്കി ഏകപക്ഷീയമായിട്ട്. എന്നിട്ട് വീണ്ടും കരാർ ഉണ്ടാക്കണമെന്നും പറഞ്ഞാണ് ഇവരെടുത്ത് ചർച്ചയ്ക്ക് പോയത്. ചർച്ച നടന്നുകൊണ്ടിരുന്നു. ആ ചർച്ച ഒരു ഭാഗത്ത് ഒമാനായിരുന്നു അതിനകത്ത് യഥാർത്ഥത്തിൽ മധ്യസ്ഥത വഹിച്ചത്. അങ്ങനെ ഒമാൻ ഡിഫൻസ് മിനിസ്റ്ററാണ് അത് മുമ്പോട്ട് പോയി. ഏതാണ്ട് ഒരു പരുവത്തിനതൊരു വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ്. എന്നാലും അത് മുഴുവനായിട്ട് തീർന്നില്ല. ഇനി അടുത്ത ചർച്ച ബാക്കി തുടരുന്നത് വിയന്നയിൽ വെച്ചാണ്. ബാക്കിയുള്ള ചർച്ച അവിടെ വെച്ചായിട്ട് കരാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ആക്രമണം. അപ്പോൾ ചതിവ് നോക്കിക്കൊള്ളണം. എന്താണെന്ന് അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചയ്ക്ക് വിളിച്ചാൽ അമേരിക്ക ഇതുപോലെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ചർച്ചയ്ക്ക് വിളിക്കും, ഇതുപോലെയൊക്കെ ആവും. അമേരിക്കയെന്ന് എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല. ട്രംപ് വിളിക്കും, അല്ലെ നേതന്യാഹു ഇതുപോലെ വന്നാൽ വരും. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വിളിച്ചാൽ അവിടെ ആക്രമിച്ച് അവരെ വേണമെങ്കിൽ കൊല്ലും ഈ വരുന്നവരെ. ആ രീതിയിലുള്ള ചതിവാണ് ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. കാരണം ഇവിടെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ അവിടോട്ടുള്ള അവരുടെ കരുതൽ, അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്ത ചർച്ച ബാക്കി വിയന്നയിൽ വെച്ച്. അപ്പം വിയന്നയിൽ വരാകുമ്പോൾ ഇത് പ്രശ്നമില്ലല്ലോ, ഏതായാലും ചർച്ച ചെയ്യാം, ഏതെങ്കിലും വിധത്തിൽ അങ്ങ് ഒത്തു തീർക്കാം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇരിക്കുകയായിരുന്നു ഇറാനും. പക്ഷേ അതിനിടയിലാണ്, ആ ചർച്ച ആയില്ല, അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇവിടെ ഇറാനെ ഇസ്രായേൽ കയറി ആക്രമിച്ചത്. അപ്പോൾ ഒമാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, അതായത് ഇതിന് മധ്യസ്ഥം വഹിച്ച ആൾ, അവർക്ക് ഞെട്ടിപ്പോയി. കാരണം ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ കയറി ഈ പണി ചെയ്യുക എന്ന് പറയുന്നത് ആ ഒമാനൊക്കെ എന്താക്കി ഒമാനെയൊക്കെ, അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർ വേറെ കാര്യങ്ങളിലൊന്നുമില്ല. അവരെ ഇറാൻ ആക്രമിക്കുന്നില്ല ഒമാനെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ഇറാനെ ആക്രമിച്ചേക്കുന്നത് കുവൈറ്റിനെ ആക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം കുവൈറ്റിൽ ഇവർക്ക് ബേസ് ഉണ്ട്, അമേരിക്കയ്ക്ക് താവളമുണ്ട്, അവിടെ ആക്രമിച്ചു. കുവൈറ്റിൽ ആക്രമിച്ചെന്ന് മാത്രമല്ല, കുവൈറ്റിൽ പുതിയ എയർപോർട്ടുണ്ട്. പഴയ എയർപോർട്ടും അവർ നേരത്തെ ഉള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ പഴയ എയർപോർട്ടിലും പുതിയ എയർപോർട്ടിലും പോയിട്ടുണ്ട്. പഴയ എയർപോർട്ടിൽ ഫ്ലൈ ദുബായ് ഒക്കെ ചെന്ന് ഇറങ്ങുന്നത് ആ പഴയ എയർപോർട്ടിലാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഞാൻ പോകുമ്പോഴും അങ്ങനെയായിരുന്നു. എമിറേറ്റ്സ് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ അവിടെ ചെന്ന് ദുബായിൽ നിന്ന് നമുക്ക് ഫ്ലൈ ദുബായ് ആണ് അങ്ങോട്ട് കുവൈറ്റിലേക്ക് ഉള്ള ഫ്ലൈറ്റ്. നല്ല സൗകര്യമുള്ള ഫ്ലൈറ്റ് തന്നെയാണ്. ഇത്രയും വലിപ്പമില്ല ഉള്ള ഫ്ലൈറ്റ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 777 അല്ല, മറ്റേത് ഏതാണ്ട് A320 അതുപോലുള്ള ഫ്ലൈറ്റുകളാണ് അവിടെ ചെല്ലുന്നതൊക്കെ, ഫ്ലൈ ദുബായുടെ. പിന്നെ പുതിയ എയർപോർട്ട് ഉണ്ടാക്കി. പുതിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ നല്ല മോഡേൺ ആയിട്ടുള്ള എയർപോർട്ടാണ് കുവൈറ്റിൻ്റെ. അതിൽ ഇവർ കൊണ്ടുവന്ന് അതിനകത്ത് മിസൈലും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ അതിൻ്റെ ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുവൈറ്റ് എയർപോർട്ടിൽ. അതേപോലെ തന്നെ ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. ആ ദുബായ് എയർപോർട്ടിൽ ഇതേപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ ആളുകൾക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ചെറിയ പരിക്കേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് അബുദാബി എയർപോർട്ട് പുതുക്കി പണിഞ്ഞു. അബുദാബി എയർപോർട്ട് നല്ലൊരു വലിയ എയർപോർട്ടാണ് അബുദാബിയിലെ എയർപോർട്ട്. അപ്പോൾ അബുദാബി എയർപോർട്ട് അതായത് നമുക്കിപ്പോൾ എത്തിഹാദ് ഫ്ലൈറ്റ് മുഴുവൻ അബുദാബിയിൽ നിന്നാണല്ലോ. അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ എത്തിഹാദിൽ പോകണമെന്നുണ്ടെങ്കിൽ അബുദാബി എയർപോർട്ട് വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് ഈ എമിറേറ്റ്സ് ഇത് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ദുബായ് വഴിയും പോകും. പിന്നെ അത് കൂടാതെ ഒമാൻ എയർവേസ് ആണെങ്കിൽ ഒമാൻ വഴി പോകും. പിന്നെ ഖത്തർ എയർവേസ് ആണെന്നുണ്ടെങ്കിൽ ഖത്തറിലെ ദോഹ വഴി പോകും. അപ്പോൾ
ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് പോയിൻറ്റ്സ് ആണ്. വിദേശ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, വ്യോമപാതകളെ സംബന്ധിച്ചിടത്തോളം, വ്യോമയാന പാതകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മസ്കറ്റ്, അത് ഒമാൻ എയർവേസിൻ്റെ മസ്കറ്റ്, അതേപോലെ അബുദാബി, ദുബായ്, അതേപോലെ തന്നെ ദോഹ ഖത്തർ, പിന്നെ ബഹ്റിൻ, ഗൾഫ് എയർ എല്ലാം ബഹ്റിൻ അതുവഴിയാണ്. ഇത്രയും പോയിന്റുകളെന്ന് പറയുന്നത് വളരെ വലിയ സ്ട്രാറ്റജിക് പോയിൻറ്റ്സ് ആണ് വ്യോമയാന പാതകളിൽ വരുന്നത്. കാരണം ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ അമേരിക്ക പോകണമെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റുകളാണ് ഏറ്റവും മുന്തിയ ഫ്ലൈറ്റുകളെന്ന് പറയുന്നത് ഉള്ളത്. ഖത്തർ, അത് നമ്മുടെ എമിറേറ്റ്സ്, പിന്നെ ഖത്തർ എയർവേസ്, പിന്നെ ഇതേപോലെ തന്നെ എത്തിഹാദ്. അപ്പോൾ ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഇത് രണ്ടെണ്ണം, അതായത് ദുബായ് എയർപോർട്ടിലും അബുദാബി എയർപോർട്ടിലും പിന്നെ മറ്റേത് ഖത്തർ എയർവേസിൻ്റെ ദോഹയിലും വളരെ വലിയ എയർ ട്രാഫിക്കുള്ള സ്ഥലമാണ്. ഇതെല്ലാം അത്രയും വലിയ എയർപോർട്ടുകളാണ്. പിന്നെ ഒമാൻ എയർവേസിൻ്റെ ഫ്ലൈറ്റുകളും അതുപോലെ വിദേശങ്ങളിൽ ഒരുപാട് പോകുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഒമാൻ മസ്കറ്റ് വഴി പോകേണ്ടതായിട്ട് വരും. പിന്നെ ഗൾഫ് എയർ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും മോശമല്ലാത്ത വിധത്തിൽ ബഹ്റിൻ അതും അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ. അപ്പോൾ ഇവിടെ എല്ലാം ഈ സ്ട്രാറ്റജിക് പോയിൻറ്റ്സിലൊക്കെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് എയർ ട്രാഫിക് മുഴുവൻ തകരും. ഇപ്പോൾ ഇറാൻ നോക്കുമ്പോൾ അതേ ഉള്ളൂ, ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ആരെയൊക്കെ പിടിച്ച് മുക്കാം എന്നവർ നോക്കിയപ്പോൾ അവർ എക്കണോമിക്കലി ഇതിലെല്ലാം തകർക്കണം എന്നുള്ള ഒരാഗ്രഹം അവർക്കുണ്ട്. കാരണം അവരുടെ പ്രശ്നം ഇവർ തീർക്കണം, അതാണ് കാര്യം. ഇവരിടപെട്ട് അമേരിക്ക എടുത്ത് പറയണം, നിങ്ങളുടെ ഈ കൂടുക്കെ ഇവിടുന്ന് പറക്കി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവൻ നമ്മളെ അടിക്കും എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ ഇത് ബാക്കി എല്ലാവരും കൂടെ പ്രഷറൈസ് ചെയ്ത് അമേരിക്കയും ഇസ്രയേലിനെയും കൊണ്ട് ഇത് നിർത്തിക്കണം. അതാണ് ഇവരുടെ ആവശ്യം. പിന്നെ സൗദിയിൽ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. അപ്പോൾ സൗദിയെ ഇതുവരെ അറ്റാക്ക് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗദിയിലും റിയാദിലും ഒക്കെ സ്ഫോടനങ്ങൾ ധാരാളം നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളെ, കുവൈറ്റ് ഉൾപ്പെടെ, കുവൈറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഈ രാജ്യങ്ങളെല്ലാം, കുവൈറ്റാണ് നമുക്ക് കുവൈറ്റ് എയർവേസ്, അതുപോലെ തന്നെ വിദേശങ്ങളിലേക്കുള്ള സർവീസ് എല്ലാം കുവൈറ്റ് എയർവേസും ഇതവരെ ഏറ്റെടുത്തേക്കുക. GCC കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഈ വ്യോമയാന പാതകളിലുള്ള ഇതുപോലുള്ള സ്ട്രാറ്റജിക് പോയിൻറ്റ്സ് ഉള്ളത്. നമുക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ ഇതുവഴിയൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ബോംബെയിൽ നിന്ന് ഡൽഹി ഇതൊക്കെ കേട്ട് ഒക്കെ അങ്ങോട്ടൊക്കെ ഫ്ലൈ ചെയ്യണം. അത് നമ്മുടെ എയർ ഇന്ത്യ ഒക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ ബാക്കി യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. അത് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സ്ട്രാറ്റജിക് പോയിൻറ്റ്സിലെല്ലാം ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അത് എയർബേസുകൾ മാത്രമല്ല, അവരുടെ എയർബേസുകൾ മാത്രം, അമേരിക്കൻ എയർബേസുകൾ മാത്രമൊന്നുമല്ല, ഇപ്പോൾ അല്ലാത്ത ഈ എയർപോർട്ടുകൾ, അതേപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. കാരണം കൈവിട്ട കളി ഇന്നലെ മുതൽ ഇറാൻ തുടങ്ങിയപ്പോഴേ തോന്നി ഇതിനകത്ത് പ്രശ്നമുണ്ട്. അവർക്ക് എന്തോ അത്രത്തോളം വൈകാരികമായിട്ടുള്ള എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. വൈകാരികമായിട്ടുള്ള കാര്യം സംഭവിച്ചത് അവരുടെ ആത്മീയ നേതാവ് എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ശേഷം അടുത്തത്